people who by their acts of commission and omission are contributing in the degeneration of the profession. അതായത് മലയാള സിനിമാ വ്യവസായത്തിന്റെ മലയാള സിനിമ പ്രൊഫഷന്റെ തന്നെ പലതരത്തിലുള്ള ഗതിമാറ്റങ്ങൾക്ക് സ്വാധീന ശക്തിയാകുന്ന ആളുകൾ അവരടക്കം ഇത്തരം പ്രവണതകൾക്ക് കൂടപിടിക്കുന്നു, അവരടക്കം ഇത്തരം പ്രവണതകൾ നടത്തുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും, ഐഡൽസ്, അതായത് വിഗ്രഹങ്ങൾ കൃത്യമായി ഉടഞ്ഞു വീഴുമെന്നുള്ള കാര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പുറത്തു വന്നാൽ മലയാള സിനിമയിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും, അത് സ്വാഭാവികമാണ്. നമുക്കത് പലതരത്തിലും പറയുന്നുണ്ട്. പല വിഗ്രഹങ്ങളും തകരും, വ്യാജ കരാറുകൾ അടക്കം ഉണ്ടാക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും നേരിടേണ്ടി വരുന്നത് വലിയ ലൈംഗിക പീഡനം, ശരീരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ള മൊഴികൾ അത് കണ്ടെത്തലായ സമ്മറി പാർട്ടിൽ ഹേമ കമ്മിറ്റി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ വിജയകുമാർ ഗോപികൃഷ്ണൻ, അതൊട്ടും നമ്മളെ സംബന്ധിച്ച് അത് ആശ്വാസകരമല്ല, അത് നാണം കെടുത്തുന്നതാണ്. മലയാള സിനിമ ഇനി എത്ര കൊടുമുടി കയറിയാലും, രാജ്യാന്തര സിനിമയുടെ ഇന്റർനാഷണൽ സിനിമയുടെ കൊടുമുടി കയറിയാലും അവിടെ വാണുകൊണ്ടിരുന്ന വർഷങ്ങളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് പല വിഗ്രഹങ്ങളെയും തകർക്കും, അല്ലെങ്കിൽ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുമെന്നൊരു സർക്കാർ കമ്മിറ്റി, ആ കമ്മിറ്റി തന്നെ വ്യക്തമാക്കുമ്പോൾ മലയാള സിനിമയിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന ലൈംഗിക ഉപദ്രവം അടക്കമുള്ള കാര്യങ്ങളുടെ വലിയ കണ്ടെത്തലുകൾ, വലിയ വെളിപ്പെടുത്തലുകൾ ദാ പുറത്തേക്ക് വരുന്നു. ഇനി ഈ വലിയ വിഗ്രഹങ്ങൾ ആരൊക്കെയെന്ന പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 233 പേജുകൾക്ക് അപ്പുറത്തേക്ക് ഒരൊറ്റ പേജുകൾ കൂടി പുറത്തുവിട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് വന്നേനെ. പക്ഷേ അടിമുടി മാറ്റം മലയാള സിനിമയിൽ വേണം എന്ന് അടിവരയിടുന്ന വിവരങ്ങൾ, മൊഴികൾ, സ്ത്രീകളുടെ തുറന്നു പറച്ചിലുകൾ, നടിമാരുടെ തുറന്നു പറച്ചിലുകളടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഈ മലയാള സിനിമയെ അതിൻ്റെ തിളക്കം സിനിമയിൽ മാത്രമേ ഉള്ളൂ, അകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നത് കൊടിയ പീഡനമാണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. പുറത്തേക്ക് വരുന്ന പല വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നും അത് പുറത്തു വന്ന ഒരു സംഭവം മാത്രമാണ് എന്നതും യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എത്രത്തോളം ഗൗരവം അർഹിക്കുന്ന ഒന്നാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ, സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്നതിന് അവരുടെ ശരീരം കാഴ്ചവെക്കേണ്ടി വരുന്ന സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ട് എന്നത് നമുക്ക് അവിശ്വസനീയമായി തോന്നാം. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരുപാട് മൊഴികൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട് എന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറികൾ ഉണ്ടാകാറില്ല, വസ്ത്രം മാറാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരുന്നു. മാത്രമല്ല വേതനത്തിന്റെ കാര്യത്തിൽ തുല്യതയില്ല, അവരെ തുല്യമായി പരിഗണിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി അടിമുടി സ്ത്രീ വിരുദ്ധതയും വിവേചനവും അനുഭവിക്കുന്നുണ്ട് മലയാള സിനിമയിലെ നടിമാർ ഉൾപ്പെടെയുള്ള വനിതാ സിനിമാ പ്രവർത്തകർ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനസ്സിൽ ആരാധനയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോകും സ്ത്രീകളോടുള്ള അവരുടെ പെരുമാറ്റ രീതികളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കേട്ടാൽ എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവരെ ശരീരം വിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ കിടക്ക പങ്കിടാനും അവരെ നിർബന്ധിക്കുന്ന ചില സംവിധായകരും നിർമ്മാതാക്കളും ചില പ്രധാന നടന്മാരും മലയാള സിനിമയിൽ ഉണ്ട് എന്ന നടുക്കുന്ന വിവരങ്ങൾ 55-56 പേജുകളിലൂടെ പുറത്തു വരികയാണ്. വഴങ്ങാത്ത സ്ത്രീകൾക്ക് റിപ്പീറ്റ് ഷോട്ടുകൾ ബോധപൂർവം അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നൽകുന്നു. 17 തവണ വരെ ആവർത്തിച്ച് ചിത്രീകരിച്ച സാഹചര്യങ്ങൾ, അത്തരം അവസ്ഥകൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് ചില സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെയും വിവേചനത്തിൻ്റെയും നടുക്കുന്ന വിവരങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ ലിംഗസമത്വം ഉറപ്പാക്കാൻ, സ്ത്രീകളുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ, സ്വതന്ത്രമായ അവരുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ, അവർക്ക് നിർഭയമായി ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ വലിയൊരു പൊളിച്ചെഴുത്ത് മലയാള സിനിമയിൽ ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിലേക്ക് സർക്കാരിൻ്റെ നടപടികളെ ക്ഷണിച്ചു വരുത്തുന്നതാണ് സർക്കാർ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 4.5 വർഷത്തിന് ശേഷം ഇന്ന് റിപ്പോർട്ട് വെളിച്ചം കാണുമ്പോൾ മലയാള സിനിമയിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള നടുക്കുന്ന ചൂഷണത്തിൻ്റെ കഥകൾ പുറത്തേക്ക് വരികയാണ്. അമ്മയായും സഹോദരിയായും ഐശ്വര്യവതിയായ സ്ത്രീയായും ഒക്കെ മലയാള സിനിമയിൽ വേഷമിട്ട നടിമാർക്ക് തിരശീലയ്ക്ക് പിന്നിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ക്ലേശകരമായ ജീവിതാനുഭവങ്ങളുടെ നേർചിത്രമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം മാറുന്നു. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു സിനിമാ നയം സർക്കാർ രൂപീകരിക്കണം. അതിലേക്ക് സർക്കാരിനെ
നിർബന്ധിക്കുന്ന, സർക്കാരിന് മേൽ സമ്മർദ്ദമായി മാറുന്ന ഒന്നായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറുകയാണ്. അതാണ് നേരത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ 24-നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട അത് അനിവാര്യമാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും അതിലെ പരാമർശങ്ങളും. നടിമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും മോശം അനുഭവങ്ങളെക്കുറിച്ച്, അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശം അനുഭവങ്ങളെക്കുറിച്ച് സഹപ്രവർത്തകരിൽ നിന്ന്, നിർമ്മാതാക്കളിൽ നിന്ന്, സംവിധായകരിൽ നിന്ന് ഒക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ലൈംഗിക ചൂഷണം അടക്കമുള്ള മോശം അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ഇതുവരെ വളരെ പ്രധാനപ്പെട്ട പല മൊഴികളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഗൗരവമുള്ള മൊഴികളായിരിക്കും ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന്. മാത്രമല്ല അവരെത്രത്തോളം അവരെ അലോസരപ്പെടുത്തുന്ന ഒന്നതായിരിക്കും ഈ വന്നിരിക്കുന്ന വിവരങ്ങൾ. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും അവരുടെ സ്ക്രീനിന് പുറത്തുള്ള അവരുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റ രീതികളെക്കുറിച്ച് അറിഞ്ഞാൽ എന്ന് ജസ്റ്റിസ് ഹേമ എഴുതുമ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിൽ ഒരു നവീകരണത്തിനുള്ള, ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിലേക്ക് ഇടപെടൽ നടത്താൻ പാകത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ.